ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു ഇടിച്ചക്കേൻ്റെ തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടി ഇടിച്ചക്കയെല്ലാം തോലെല്ലാം ചെത്തി ഇതായി മുറിച്ചിട്ട് എല്ലാം വേവിച്ച് വെച്ചതാണ്. ഇനി ഇത് നമുക്കൊന്ന് പണ്ടെല്ലാം അമ്മിയിൽ വെച്ചിട്ട് ചതുക്കിയെടുക്കലാണ്. ഇപ്പം മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ടെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ട് നമുക്ക് കറക്കി എടുത്തിട്ട് വരാം. ഉപ്പും മഞ്ഞളും മുളകും എല്ലാം ഇട്ട് വേവിച്ച് വെച്ചതാണ്. അതിന് വേണ്ടിയിട്ടുണ്ട് അതിനുള്ള തേങ്ങ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉഴുന്നും ചുവന്ന മുളകും കടുകുമാണ് വേണ്ടത്. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും. ഞാനിതൊന്ന് മിക്സിയിലിട്ട് റെഡിയാക്കി വരാം. ഒന്ന് കറക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, ഒന്ന് ആക്കിയിട്ട് വരുന്നേ. ഒരു പെട്ടെന്ന് ആദ്യമേ ആക്കി വെച്ചില്ല. ഇതാ ഗൈസ്, ഞാനെല്ലാം മിക്സിയിലിട്ടെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചീച്ചൊക്കെ എടുത്തിട്ട് വെച്ചെല്ലാം റെഡിയാക്കി എടുക്കാം. ഗ്യാസ് കത്തിക്കട്ടെ. അപ്പം ചീച്ചട്ടി എടുത്ത് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് വലിയ പാത്രമൊന്നും എടുക്കുന്നില്ല ഗൈസ്, ചെറിയ പാത്രം എടുക്കുന്നുള്ളൂ. വെളിച്ചെണ്ണ, കടുക്, ഉഴുന്ന്, ഇപ്പം ചീനിച്ചട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില ഇടുന്നില്ല ഗൈസ്, കറിവേപ്പില തീർന്നു പോയി. ഇനി കിട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ഇടാം. അപ്പോൾ കുറച്ച് കടുകിട്ട് കടുക് പൊട്ടി ഇടാം. എന്നിട്ട് വറ്റൽ മുളക്, ഇട്ട് അപ്പോൾ ഇതിലേക്ക് ചതുക്കി വെച്ച ഇത് ഇടിച്ചക്ക ഇട്ട് കൊടുക്കാം.
നല്ല അടിപൊളി ടേസ്റ്റാണ്. കടച്ചക്ക തോരൻ, കണ്ടച്ചക്ക, ഇടിച്ചക്ക, കണ്ടച്ചക്ക, ഇടിച്ചക്ക. ഓരോ ദിക്കിലും ഓരോ ഭാഷ പറയും. കണ്ടച്ചക്ക എന്നും പറയും, കടച്ചക്കയല്ലേ. ചക്ക ചെള്ളാവുമ്പോൾ കണ്ടച്ചക്ക. കടച്ചക്ക വേറെയാണ്, ഒരു ഉണ്ട പോലത്തെ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അടിപൊളിയായിട്ടില്ലേ. കറിവേപ്പിലേൻ്റെ ഒരു കുറവുണ്ട്, അത് സാരമില്ല. ഞാൻ പിന്നെ എന്നാ ചെയ്യുക, ഉള്ളതിനെ കൊണ്ട് നമുക്ക് ഒപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വിളമ്പാം. കടച്ചക്ക, ഇടിച്ചക്ക തോരൻ, അതാണ് ഇപ്പം നമ്മളിവിടെ ഉണ്ടാക്കിയത്. ഇടിച്ചക്ക ഇതാദ്യം ഒന്ന് തോരിയെത്താനും അങ്ങനെയുള്ള ഒരു ചെറിയൊരു പാടേ ഉള്ളൂ. പിന്നെയെല്ലാം വേഗം കഴിയുന്ന പരിപാടിയാണ്. വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തഞ്ഞ് മിക്സിയിലിട്ടൊന്ന് അടിച്ചാൽ മതി. അപ്പം കണ്ടീഷനായിക്കോളും. അപ്പോൾ ഗൈസ്, ഇതാ ഇന്നത്തെ വീഡിയോ അപ്പോഴത്തേക്ക് ഇത്രയും. കണ്ടല്ലോ ഗൈസ്, ഇതാണ് നമ്മളെ ഇടിച്ചക്ക തോരൻ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.